പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചൈനയിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നൊരു ഫ്രീ ഡേ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ നമുക്കിന്ന് പ്ലാനൊന്നുമില്ല. നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്നും നാളെയും കൂടെ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉദ്ദേശം ഒന്നുമില്ല, നമ്മൾ ഇവിടുത്തെ ഓൾഡ് സ്ട്രീറ്റുകളൊക്കെ ഒന്ന് കറങ്ങി വീട്ടിലേക്കല്ലേ നാട്ടിലേക്ക് പോകുന്ന കുറച്ച് പർച്ചേസൊക്കെ നടത്തുക. ഇതാണ് വെൽക്കം ടു ഫോട്ടോ ചാനൽ. അപ്പോൾ ബാസ്തേ, എന്താടാ നമ്മളിന്ന് വാങ്ങുക? ഇന്ന് നമുക്ക് നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുക. ചൈനീസ് ബ്രാൻഡിങ്ങുള്ള ചൈനീസ് എഴുത്തൊക്കെ ഉള്ള സാധനങ്ങളില്ലേ. എന്താ വാങ്ങേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളങ്ങോട്ട് പോകും, എന്നിട്ട് എന്തെങ്കിലും വാങ്ങണം തോന്നി അങ്ങോട്ട് വാങ്ങും. പിന്നെ ഞങ്ങളും കൂടെ ഇറങ്ങുമ്പോൾ ചൈനയിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ കുറേ ഇങ്ങനെ വില കുറവിൽ പല വെറൈറ്റി ഇലക്ട്രോണിക് സാധനങ്ങൾ കിട്ടും. അതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ചമ്മിപ്പോയി. അതൊന്നും മക്കാവിലല്ല, അതൊക്കെ മെയിൻ ലാൻഡ് ഓഫ് ചൈനയിലാണ് കിട്ടുക. ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ് മക്കാവ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വിചാരിച്ച പോലത്തെ സാധനങ്ങൾ കിട്ടുമെന്ന് അറിയില്ല, അതിൽ പോയി നോക്കട്ടെ. ഇവിടെ ആൾക്കാർ കൂടുതലും ഓൺലൈൻ വഴി വാങ്ങാനാണ് ഇഷ്ടം, അതും ലക്ഷറി ഐറ്റം. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു മാർക്കറ്റ് പ്ലേസ് ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. പോയി നോക്കട്ടെ. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ബസ്സുകൾ നമ്മളെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടല്ലോ. ബസ്സിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ $6, അതായത് നമ്മൾ എത്ര ഡിസ്റ്റൻസ് പോവുകയാണെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞാൽ $6 കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിറങ്ങിയാലും ഇനി ഒരു 10-20 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഇറങ്ങിയാലൊക്കെ $6 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 66 രൂപ. അതേപോലെ ഇവിടുത്തെ ടാക്സീൻ്റെ മിനിമം ചാർജ് $21. $21 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏകദേശം 221 രൂപ, 220 രൂപ ഉണ്ടാവും. അതേപോലെ ഇന്ന് ഇവിടെ K-പോപ്പിൻ്റെ ഒരു 2-3 ബാൻഡിൻ്റെ കൺസേർട്ടുകളൊന്നും ഒരുമിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മൊത്തം അവിടെ K-പോപ്പ് ഫാൻസിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഫുൾ ആൾക്കാർ ഈ K-പോപ്പിൻ്റെ വിശറി, K-പോപ്പിൻ്റെ തലുള്ള ബാഗും സാധനങ്ങളും സ്റ്റിക്കറൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും കൺസേർട്ടിന് വന്നതാണ്. ഫുള്ള് ഇവിടുത്തെ പെൺകുട്ടികൾ ഈ K-പോപ്പ് ബാൻഡ്സിൻ്റെ കടുത്ത ആരാധകരാണ്. K-പോപ്പിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ബാഡ് വേർഡ് തീർന്നേ. നമ്മൾ ഇന്നലത്തെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ തന്നെ കാരണം ഈ K-പോപ്പ് കൺസേർട്ടാണ്. കാരണം ഈ ചൈനേൻ്റെ പല ഭാഗത്തുനിന്ന് നമ്മുടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഫുള്ളാക്കി കഴിഞ്ഞ്. അതുകൊണ്ട് നമുക്ക് ഇന്നലെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള റൂം ഹാനയ്ക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല മുമ്പേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ ഹോട്ടലിലേക്ക് തന്നെ വന്നിട്ടോ. ബാസ്, എൻ്റെ ഷർട്ടും K-പോപ്പാ? യെസ്, ഞാനിവിടെ ബ്ലെൻഡ് ആവാൻ ഞാൻ K-പോപ്പായ ആളെ മുത്താന്നൊക്കെ നമുക്ക് പോവില്ല. അതാ പോണം, പച്ച മുടിയൊക്കെ ആയിട്ട്. യെസ്, ഇതാ പെഡസ്ട്രിയൻ പവർ കാണിച്ചുതരാം. നമ്മളിതിലേക്ക് കാല് വെച്ചാൽ വണ്ടികളൊക്കെ നിന്ന് ഒരു തെണ്ടി അവൻ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നായിരിക്കും. പെഡസ്ട്രിയൻ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാല് ഇതിലേക്ക് വെച്ചാൽ വണ്ടികളൊക്കെ നിൽക്കും. യെസ് എന്ന് ആവും. ഞാൻ വിചാരിച്ച് തട്ടി ചത്തെന്ന് വിചാരിച്ചേ. ഓൾറെഡി കൈയൊടിഞ്ഞിരിക്കുക. ഭാഗ്യം അയാളെൻ്റെ മാനം കാത്ത്. നമ്മളൊന്നൊരു ഫുഡ് മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ലേ, അന്ന് നമ്മൾ പോയ സെയിം റൂട്ടാണ്. അതിൽ പോയിട്ട് അതിൻ്റെ മറ്റൊരു വശത്താണ് നമ്മൾ ഇന്ന് പോകുന്ന ആ ഒരു മാർക്കറ്റ് ഉള്ളത്. നമുക്ക് അറിഞ്ഞൂട കേട്ടോ മാർക്കറ്റ്. അവിടെ ഇങ്ങനെ മാപ്പിൽ നോക്കിയപ്പോൾ അവിടെ ഒരു മാർക്കറ്റൊക്കെ കണ്ട്. ഇതുപോലെ ആളുകളൊക്കെ കണ്ടോ, ഫുള്ള് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അത് അവിടെ ഉള്ളത് ചെറിയൊരു റെസ്റ്റോറൻറ്റ്. അന്ന് നമ്മൾ ഫോട്ടോ എടുത്തില്ല, ഒരു വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ. അവിടെയൊക്കെ ക്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇവിടുത്തെ ആളുകൾ കുറച്ചും കൂടെ ലേറ്റായിട്ട് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കും. ഇപ്പോൾ സമയം എത്രയായി വാസ്തേ? സമയം എത്രയായി നോക്കുമോ? ഇവിടുത്തെ 12:10. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇവന്മാർ ഈ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ചാക്കി അങ്ങോട്ട് കഴിക്കും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ, ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കൾച്ചർ. ഇതൊക്കെ നമ്മൾ അന്ന് രാത്രി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമ്മൾ മാർക്കറ്റ് ഏരിയ എൻ്റർ ചെയ്ത് നല്ല തിരക്കാണ് ഇവിടെ. ഇന്ന് സൺഡേയും കൂടെയാണല്ലോ, അപ്പം അതിൻ്റെ തിരക്കാന്ന് തോന്നുന്നു അല്ലേ വാസ്തേ? ബാസ് ഇത് ബ്ലെൻഡിനാവാൻ പോവാണ്. ഇവിടുത്തെ ഫുഡ് മാർക്കറ്റാണ്. ഇതൊക്കെ ക്യൂ ആട്ടോ. ആൾക്കാരിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് മൊത്തം ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബ്രഞ്ചിൻ്റെ ടൈമും കൂടിയാണല്ലോ. ഈ ഒരു ഷോപ്പിൻ്റെ ക്യൂ ആണിതാ ഈ കാണുന്നത്. എന്തോ ഒരു സഹിക്കാൻ കഴിയാത്തൊരു മണമാണ് കേട്ടോ അവിടെയൊക്കെ. പക്ഷെ അതിങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കൊതിയോടെ നിൽക്കുന്നത്. ഇവിടുത്തെ ഫുഡ് മാർക്കറ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം വരാത്ത മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ വന്നത്. ഫുൾ ആൾക്കാർ ഫുഡ് കഴിക്കുന്നു, ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ ക്യൂകളിൽ കുറേ ആൾക്കാർ നിൽക്കുന്നത്. ഇതൊക്കെ K-പോപ്പിന് വന്ന കുട്ടികളാണോ? കാരണം അധികം പെൺകുട്ടികളാണല്ലോ, ചെക്കന്മാർ വളരെ കുറവ്.
മൊത്തം K-pop ഫാൻസ് ആയിരിക്കും. പച്ച ഐസ്ക്രീം, അത് എനിക്ക് തോന്നുന്ന ഇവിടെ ടീൻ്റെ ഫ്ലേവറിലുള്ള ഗ്രീൻ ടീ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഭയങ്കര പോപ്പുലറാണ്. ആ അതന്നെ മച്ച സാധനമാണ് മച്ച. ഇതിലുള്ള ഏറ്റവും കൂടിയ റേറ്റ് എഴുതിയത് 25 ആണ്. 25 എന്ന് പറയുമ്പോൾ ഏകദേശം 275 രൂപ ഉണ്ടാവും. ഇവിടെ എന്തോ ഒരു ഷോപ്പ് കാണുന്നുണ്ട്, എന്ത് ഷോപ്പാന്ന് നോക്കാം. നാരങ്ങാത്തോല്, ലിക്കറുകൾ, ഇതേ ഒരു കുഞ്ഞു മാലാക ഇവിടെ. ഹലോ, ആള് ടാബിൽ എന്തൊക്കെയോ കാണാണ്. ഏത് അല്ലല്ല ജീവണ്ട് ആണെങ്കിൽ. ഹലോ, ഇത് ഇവിടുത്തെ കുറേ ഡ്രൈ ഫ്രൂട്ടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാണെന്ന് തോന്നുന്നു. ഒരുപാട് ഭരണികളിലായിട്ട് നാരങ്ങൻ്റെ തോല് ഉണക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കുറേ ഷോപ്പുകളിൽ കണ്ടിട്ടുണ്ട്. ബോംബോ, എന്താ അത് ഗുണ്ടാണോ? ഇത് കഴിക്കുന്ന സാധനമാണോ എന്താണെന്ന് അറിയില്ല. മറ്റൊരു മാർക്കറ്റ് ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. വരിക്ക് ഷോപ്പുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ട്രീറ്റ്. നമ്മൾ നടന്നൊരു അമ്പലത്തിൻ്റെ അടുത്തെത്തി. നമുക്ക് ജസ്റ്റ് ഒന്നുള്ളിൽ കയറി നോക്കാം. ചന്ദനത്തിരികളാണ് ഈ തൂങ്ങുന്നത്. അമ്പലത്തിൻ്റെ രണ്ട് വശങ്ങളും കാണിക്കുന്നില്ല, കാരണം അവിടെ ഐഡൽസിൻ്റെ രൂപങ്ങളുണ്ട്. അപ്പോൾ അത് വീഡിയോയും ഫോട്ടോവും എടുക്കാൻ പാടില്ലെന്നൊരാൾ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ ചില സൈഡുകൾ അമ്പലത്തിന് കാണിക്കുന്നില്ല. ഒരു പ്രത്യേക ഫീൽ. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണ്ട 4 വീലുള്ള അല്ല 3 വീലുള്ള സ്കൂട്ടർ, മുമ്പിൽ 2 വീലുണ്ട് അതിന്. അപ്പോൾ നമുക്ക് വേണ്ട തരത്തിലുള്ള ഷോപ്പുകൾ ഈ ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പതുക്കെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാനാണ്. ഈ ഒരു ഫ്രെയിം അടിപൊളിയല്ല, നല്ല ഭംഗിയില്ല കാണാൻ. ഇത് നമ്മളെ നാട്ടിലൊക്കെ പോപ്പി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ടൈപ്പ് പൂക്കളാണ് കേട്ടോ ഇവിടെ ഈ റോഡ് സൈഡിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് മക്കടി എന്നാണ്. കുറച്ച് ദിവസമായി എന്തെങ്കിലും പരിചയമുള്ള ഒരു ഭക്ഷണം രുചിച്ചിട്ട്. ബീഫ് ബർഗർ 2 കിട്ടിപ്പോയി, സാധനം കിട്ടിപ്പോയി. യെസ്, ബീഫ് ബർഗറും ഫ്രൈഡ് ചിക്കനും നമ്മൾ ഓർഡർ ചെയ്തു. വോ, മസാലയൊക്കെ വ്യത്യാസമുണ്ടല്ലേ. അടുത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ഫേമസ് ചായ ഐസ്ക്രീം ഉണ്ട്, ഗ്രീൻ ടീ ഐസ്ക്രീം. ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ, ഇത് വേണമെന്നുണ്ട്. ഐ വാണ്ട് ദിസ്. യു ഹാവ് എ സ്മോളർ വൺ? The smaller one is not for sale, but you order whatever thing, we can give you a free small ice cream for you. ഓക്കെ. ഈ വെള്ളം മാത്രമാണോ? ഈ നമ്പർ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ ഐസ്ക്രീം കിട്ടും. നമ്മളിത് 765 25ാമത്തെ ആളാണ് നമ്മൾ. അപ്പോൾ ഈ കാണുന്ന ആൾക്കൂട്ടം മൊത്തം ഇതിനുള്ള കേട്ടോ, വെറുതെ അല്ല എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടീൻ്റെ ഐസ്ക്രീം താഴെ വീണത്. യെസ്, നമ്മളെ നമ്പറായി 765 ഫൈനലി. ഓ ഏ, ഇതാണ് സാധനം. ഇതിനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ചായൻ്റെ ചോയുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ചവർപ്പ് ചേർന്ന ഒരു മധുരം. നമ്മളെ ചായപ്പൊടിയും പഞ്ചസാരയും കൂടി പച്ചക്ക് എടുത്തിട്ട് ഇങ്ങനെ വായിലിട്ടാൽ നമ്മളുടെ വായിലൊരു ചോയ വരും. ആ ഒരു ടേസ്റ്റാണ്. ചവർപ്പ്, ഒരു ചെറിയ ഒരു ലൈറ്റ് കയ്പോട് കൂടിയ മധുരം. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. ഇതിനാണ് ഈ സ്ക്വയറിലുള്ള ഫുൾ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഫ്രീ ഐസ്ക്രീം ഉണ്ട്, അതിനോട് മറന്നുപോയി. 请770号顾客取餐。I forgot the free ice cream. Oh yes. Yes. നമുക്ക് ആരത് പറഞ്ഞത്? അതൊരു ഗുഡ് സമാരിച്ചൻ ആയിരുന്നല്ലോ. ഒരു പോയോ, ഒരു താങ്ക് യു പറയും. ഇതിൽ മിൽക്ക് ക്രീം ഉണ്ടല്ലോ,
ഞാൻ അതും കൂടെ ഒന്ന് റിവ്യൂ ഇട്ടാ കടിയെന്നാല്. അതിന് ടേസ്റ്റ് ഒന്നുമില്ലേ, മധുരം മാത്രം. ആ മിൽക്ക് ക്രീം ഐ ഫെയിൽ ടു റിവ്യൂ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ല, മധുരം മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ പോക്കറ്റ് ഇതിന് നമ്മളെ ഇന്ത്യൻ റുപ്പീസിൽ വില എത്ര അറിയോ? ഇവിടെ $43. അപ്പോൾ ഏകദേശം 430, ഒരു 480 റുപ്യ വില വരും ഇതിന്. ഫ്രം ഇന്ത്യ. താങ്ക് യു. വി ആർ വെരി ക്യൂട്ട്. വി ആർ K-pop ഫാൻസ്. ഇതാണ് ഇവിടുത്തെ ദൈവങ്ങൾ കേട്ടോ. അവിടുത്തെ ദൈവം അത് ചിരിക്കണ്ട, അവിടുത്തെ പെണ്ണുങ്ങളെ തന്നെ തല്ലിക്കൊല്ലും. സ്തോത്രം. യെസ്, നമുക്ക് നമ്മൾ ഐ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസ് കയറാൻ പോവാണ്. എങ്ങനെയുണ്ട് ബസ്സേ? ഈ 2 ആനിമേ കുട്ടികൾ നിൽക്കും. യെസ്, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കാം. അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. യെസ്, ഇവർ പറയുന്നു ഇവരുടെ ഒരു കാർഡുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബസ്സിന് $6 അപ്പോൾ നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് $6 ബസ്സിൻ്റെ ചാർജ്. അപ്പോൾ ഇവരൊരു കാർഡ് കാണിച്ചു നമുക്ക് പറയുന്നു. ആ കാർഡ് ഉണ്ടെങ്കിൽ നേരെ പകുതി പൈസ, അതായത് $3 മതി നമുക്ക് എങ്ങോട്ട് യാത്ര ചെയ്യാനും. ആ കാർഡിന് $50 എന്തോ വില വരും. ഇവിടുത്തെ ബസ്സിലെ മറ്റൊരു സംഭവം, നമ്മൾ കറക്റ്റ് ചേഞ്ച് കൊടുക്കണം. അപ്പോൾ $6 നമ്മൾ കറക്റ്റ് 6 കൊടുക്കണം. നമ്മൾ 10 കൊടുക്കുന്നെങ്കിൽ നമുക്ക് ബാക്കി കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, കറക്റ്റ് 6 ചേഞ്ച് കൊടുക്കാനുള്ളത്. അത് മേടിക്കാൻ ആളൊന്നുമില്ല. അതിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവും, ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു $6 ആ ബോക്സിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതലിട്ടാൽ ബാക്കി കിട്ടുന്നില്ല. ഈ പാലം കടന്നിട്ട് അക്കരെയുള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇതാണ് കേട്ടോ പൈസ ഇടുന്ന മെഷീന്. വിത്ത് ബസ്സിൻ്റെ ഡ്രൈവർ മുമ്പോട്ട് പോകണം. ഞാനും എൻ്റെ പോക്കറ്റ്. ഇനി നമ്മളിവിടെ പച്ച കത്താൻ കാത്തിക്കണം. ഷോപ്പാ, ഇവിടെ എന്തോ കളി നടക്കണ്ടല്ലോ. ഓൾഡ് ആൾക്കാരുടെ ടൈം പാസ്. അടുത്ത ബസ്. യെസ്, നമ്മൾ പോണ വഴിക്ക് നല്ലൊരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഒന്ന് അവിടെ ഞങ്ങൾ ട്രിപ്പ് പകുതി വെച്ച് ക്യാൻസൽ ചെയ്യല്ല, ആ ടെമ്പിളിലൊന്ന് കയറിയിട്ട് മറ്റടുത്തേക്ക് പോകാം. ഈ പോയിട്ട് ഒന്ന് ഡ്രൈവറോട് എന്തെങ്കിലും ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം. നിർത്തി. യെസ്, ഓട്. ടെമ്പിൾ റൺ. ഇവിടുത്തെ ബസ് യാത്ര ടെക്നിക്ക് ഇവിടെ ഇട്ടിട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ സിമ്പിളാണ്. നേരെ മാപ്പ് ഇടുക, മാപ്പിൻ്റെ അടിയിൽ കാണിക്കും ഏത് ബസ് കയറിയാലും അങ്ങോട്ട് പോകാൻ പറ്റുകയെന്ന്. ആ ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിയും കാണിക്കും. വളരെ സിമ്പിൾ. അതുകൊണ്ട് ആ ഓരോ ബസ്സിൻ്റെയും മുമ്പിലൊരു നമ്പർ ഉണ്ടോ? ഈ ബസ്സിന് ഇപ്പോൾ 8 നമ്പർ ഉണ്ട്. ആ ബസ്സിന് 8 നമ്പർ ഉണ്ടല്ലോ. അതേപോലെ ഓരോ ബസ്സിൻ്റെ മുമ്പിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ മാപ്പിൽ ആ നമ്പർ കാണിക്കും. ആ നമ്പർ ആ ഒരു റൂട്ട് കവർ ചെയ്യുന്ന ബസ്സായിരിക്കും. വളരെ സിമ്പിളായി ഇനി മുതൽ ഇവിടെ കറങ്ങൽ. ഈ ഒരു ടെമ്പിൾ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നേരത്തെ നമ്മളൊരു മാർക്കറ്റ് പ്ലേസിലേക്ക് പോയിരുന്നല്ലോ. ഉള്ള ആളുകളാണ്. ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇത് കുറേ ഷോപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇത് നല്ലൊരു അടിപൊളി സുവനീർ സ്റ്റോറാണ്. പോസ്റ്റ് കാർഡുകളും കീ ചെയിന്, ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്തൊക്കെയുണ്ട്. ഈ കോഫി റോസ്റ്റ് ചെയ്യുന്നു. ആനേൻ്റെ കൊമ്പിലെ ആർട്ട് വർക്ക്. ഇവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ച് കീ ചെയിനൊക്കെ മേടിച്ച്. ഇവിടെ മൊത്തത്തിലൊരു പോർച്ചുഗീസ് ഫീലാണ്. ഞാൻ പോർച്ചുഗലിൽ പോയിട്ടില്ല, പക്ഷേ ഒരു ചൈന ഫീലില്ല. അപ്പോൾ ചൈന ഫീൽ അല്ലെങ്കിൽ പിന്നെ പോർച്ചുഗൽ ഫീൽ. എന്നാൽ പോവല്ലേ വാസ്തേ? ഞങ്ങൾ ഇവിടുന്ന് നീങ്ങുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നടന്നിട്ടില്ല. അത് ഇവിടെ നടക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വന്ന സ്ഥിതിക്ക് കുറച്ച് കീ ചെയിനൊക്കെ വാങ്ങിട്ടോ, കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട്.
പക്ഷേ ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഇവിടെ അങ്ങനെ പല വില കുറവിൽ പല സാധനങ്ങൾ ഇതുപോലുള്ള സുവനീഴ്സ് കിട്ടുന്നതാണ്. ഞങ്ങൾ വിചാരിച്ച സാധനങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ വിചാരിച്ച വിലക്കില്ല. ഇതൊരു ഹൈലി ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഏരിയ ആണ്, അപ്പോൾ അവർക്കുള്ള പ്രൈസിലാണ് സാധനങ്ങളൊക്കെ ഉള്ളത്. ഇത് കുറച്ച് വില കൂടിയാലും വലിയ വിഷയമല്ലേ, പക്ഷെ ഇത് അങ്ങനെയുള്ളൊരു വില അല്ല. അതായത് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റിനൊക്കെ നമ്മളെ നാട്ടിലെ ഒരു 600 റുപ്യ ഓക്കെ. എന്നാൽ 600 റുപ്യക്കുള്ള ഭയങ്കര താജ്മഹൽ പണിത പോലത്തെ മുതലുണ്ടോ? ഇല്ല. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ മക്കാവിലൊരു സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റ് ഹണ്ടിങ് എനിക്ക് ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. കാരണം അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇവിടുത്തെ സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സ്നാക്കുകൾ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ, മിഠായികളൊക്കെ വീട്ടിലേക്ക് മേടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റോയൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് മക്കാവിൽ ഏറ്റവും വലുത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന നമ്പർ 17 ബസ്സില്ലേ, ആ ബസ്സിൽ തന്നെ കയറി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ സ്ഥലവും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഏതായാലും പറയാമല്ലോ, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നമ്മളിതൊക്കെ പഠിച്ചു. ഇനി മക്കാവിൽ നമ്മളായിട്ട് വരാൻ സാധ്യതയില്ലല്ലേ ഇതുപോലെ. ഇതിപ്പോൾ നമ്മളെ ചൈനീസ് ടൂറിസത്തിൻ്റെ കൂടെ അവരുടെ ഇൻവൈറ്റിൽ അവരുടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതാണ് നമ്മൾ. കാരണം നമ്മൾ വരുന്നതിന് മുമ്പേ നമ്മൾ വിചാരിച്ചൊരു സംഭവമുണ്ട്. നമ്മൾ വിചാരിച്ച ചൈന മറ്റേ ട്രഡീഷണൽ മ്യൂസിക് ഒക്കെ ഇട്ട് മറ്റേ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആ ഒരു ചൈനയായിരുന്നു നമ്മൾ മനസ്സ് കണ്ട്. അതെ, ചങ്കിലെ ചൈന അതായിരുന്നു. പക്ഷെ അത് അറബിക്കഥയിലെ ശ്രീനിവാസനൊക്കെ പറഞ്ഞ പോലെ, പക്ഷെ അതല്ല നമുക്ക് ഇവിടെ കിട്ടി. ദ ഗ്രേറ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന. ഇതല്ല, നല്ല ലക്ഷറി അല്ലത്തെ ഇവിടെ ഗ്രാമങ്ങളേ ഇല്ല ഈ ഒരു മക്കാവിൽ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിനെ പറ്റി യാതൊന്നും പഠിച്ചില്ല കേട്ടോ. ഒന്നും നോക്കാതെ അങ്ങോട്ട് പോകുന്നതാണ്. ഗോൾഡൻ പിഗ് മീറ്റിനായിട്ടുള്ള പിഗ് ഐറ്റംസിനായിട്ട്, അതായത് പോർക്ക് ഐറ്റംസിനായിട്ടൊരു ഒരു കട. ഹോട്ട് പിഗ് എന്നല്ലേ പറയണ്ടേ? അപ്പോൾ ഇത് മൊത്തം ക്യൂട്ട് സാധനങ്ങൾ, ക്യൂട്ട് പന്നി. പക്ഷേ അതിനും ഏറ്റവും ലിറ്റിൽ ക്യൂട്ട് ബിഗിനും ഒരു 330 ഉറുപ്പിക ഉണ്ട് നമ്മളെ. എന്താണത്? ഇവിടെ പണക്കാർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ബാസിത്തെ. നമ്മളെപ്പോലുള്ള പാവങ്ങൾക്കൊന്നും ഒരു വിലയില്ല. നമുക്ക് തൽക്കാലം കൊണ്ട് പോവാം. ഇതെന്ത് പീടിയ അവസ്ഥ? ഒരു അനിമേ പീടിയ. ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ നിൽക്കുന്ന ടോയ് ഷോപ്പ് അല്ലേ? മൂത്രമൊഴിച്ചിട്ട് വരാം. ഒക്കെ കണ്ട് സന്തോഷമായില്ലേ ബാസ്തെ? പോവല്ലേ എന്നാൽ നേരെ സൂപ്പർ മാർക്കറ്റ് ഇറ്റീസ്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടുത്തെ വിലയും കൂടി കേട്ട് വയറ് പറഞ്ഞാൽ സന്തോഷമായി. നേരെ കേരളത്തിലേക്ക് വിടാം അല്ലേ? ബാ. യെസ്, അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇതേ കിടക്കണം, റോയൽ സൂപ്പർ മാർക്കറ്റ്. ബിസ്ക്കറ്റ്, അൽമണ്ട് കേക്കോ ബിസ്ക്കറ്റോ? അത് ബിസ്ക്കറ്റാണെന്ന് അല്ലേ? ലിലി അൽമണ്ട് കേക്ക്, ഒരു ചൈനീസ് ലുക്കിംഗ് ബിസ്ക്കറ്റ്. ചൈനീസ് അക്ഷരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നമ്മൾ കാണാത്തൊരു ഫ്ലേവർ, ലൈം ഫ്ലേവർ പെപ്സി. ഒന്നെടുത്ത് കളയാം. പർച്ചേസൊക്കെ കഴിഞ്ഞ് ബാസ്തു ക്ഷീണിച്ചില്ലേ? പോവല്ലേ എന്നാൽ? മെയിനായിട്ട് എൻ്റെ കവറ് ഞാൻ മെയിനായിട്ട് വാങ്ങിയത് ഈ വെള്ള പാക്കറ്റില്ലേ, അത് ചൈനീസ് ടീ ആണ്. ബാസ്തേ, എവിടെ നമ്മളെ ബസ്? നമ്മളെ ബസ്സിൻ്റെ നമ്പർ എത്ര? H3. നമ്മളെവിടെയാണ് നിൽക്കണത് ബാസത്തെ? ഫാർ ഫ്രം ഹോം. ഇപ്പം അടുത്ത ദിവസമായി നമ്മുടെ ചൈനയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് അല്ലേ ബാസത്തെ? നമുക്ക് കോഴിക്കോടേക്ക് ഇവിടെ നിന്ന് ഇരുന്ന് എളുപ്പം. കോഴിക്കോടൊക്കെ അല്ല, ഇന്ത്യയിലേക്ക് ഇവിടെ നിന്ന് ഇരുന്ന് എളുപ്പം. അപ്പോൾ ബാക്കി എല്ലാവരും യാത്രയെ വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ബൈ പറയാൻ വേണ്ടിയിട്ട് താഴോട്ട്. Anna, good morning. How was the sleep? Yeah, sleep was good. Hand is feeling better. Okay. Yes. How about the hand now? Still hurt?
It hurts, but it's better. Okay. Hurt is less. Yeah, I have to really appreciate that and have you for this Macau trip. You guys have a really safe flight. And Thank back to you. India. We Thank stay you. in touch. Okay. Sure. Bye bye. Welcome to Macau again. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഒഫീഷ്യലി അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ ഹാനും ടീമും ഇപ്പോൾ പോവും, നമ്മൾ രാത്രിയും പോവും. മൈക്ക് ഉണ്ട് ഇവിടെ. മൈക്ക് പോകുന്നത് നാളെയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി വേറെ വല്ലതാണ്. അപ്പോൾ ഞാനും ബാസത്തോടെ ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കറങ്ങി പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പും വാങ്ങിയിട്ട് ഞങ്ങളും ഇന്ന് രാത്രി കയറിപ്പോവും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിലേക്കാണ്. മാപ്പിൽ നോക്കിയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് അടുത്തായിട്ട് തന്നെ ഒരു ഓഫീസ് കാണിക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ നടന്നുകൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് മേടിക്കണം. എൻ്റെ വൺ ഓഫ് ദി ഹോബീസാണത്. ഞാൻ പോകുന്ന കൺട്രീസിലൊക്കെ പറ്റുകയാണെങ്കിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഞാൻ കുറേ സ്റ്റാമ്പുകൾ മേടിച്ച് വെക്കും. അൺയൂസ്ഡ് സ്റ്റാമ്പ്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത സ്റ്റാമ്പ് ഉണ്ടല്ലോ, പെറുക്കി കണക്കുമായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്ത സ്റ്റാമ്പ്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. കൊറിയോസ് ഡെ മക്കാവ്. പോയേക്കാം. I want to purchase some stamps. Want to send to which country? It's for my collection. That collector's edition, the full sheet. The collection must need to go back to the Macau size, not square. It's a different. Yes, different from here. This one is a normal one. The Okay. Can you give me the location of that office? another square. Okay. Thank you. You're welcome. അപ്പോൾ കളക്ഷൻ വേണമെങ്കിൽ, അതായത് ഇങ്ങനെ കാണുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ഇതതിൻ്റെ ജസ്റ്റ് ഫോട്ടോ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്റ്റാമ്പാണ്, പക്ഷേ അതിൻ്റെ ഒരു ഹോൾ ഇമേജ് കാണുന്ന ഇങ്ങനത്തെ ഒരു ഷീറ്റില്ലേ, ഇങ്ങനത്തെ ഷീറ്റാണ് കളക്ടേഴ്സിന് വേണ്ടി ഉണ്ടാവുക. അപ്പോൾ അത് മേടിക്കണമെങ്കിൽ ഇവരുടെ മെയിൻ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്പർ 11 ബസ് കയറിയിട്ട് വേണം നമ്മുടെ അടുത്ത അല്ലെങ്കിൽ ആ മെയിൻ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട്. വി ആർ ഫ്രം ഇന്ത്യ. ആ ആണല്ലേ, അല്ലെങ്കിൽ കള്ളം പറയുന്ന എൻ്റെ ഒരു ശീല. മൈ നെയിം ഈസ് ആഷിഖ്. യെസ്, നമ്പർ 11. അതല്ല, വണ്ടി കയറുന്നു. ആ ഓക്കെ. അവിടെ ബസ് വരുന്ന ആ സ്ഥലത്ത് ഞാൻ ക്യാമറ വെച്ചത്. So you're saying if we go to the casino, we'll get a free milk tea, right? Ah. I don't think the Do you go there to get the free milk tea? Yeah. Good idea. milk tea, I guess, right? You're from Macau or mainland? Mainland. Oh, which part? Sichuan. I'll show you my location. Okay. So right now we are here, and this is India. Yeah. So I am from here. Here is my house. Wow. 下一站，馬拉田地，北京。 പോസ്റ്റ് ഓഫീസിൻ്റെ ഹെഡ് ഓഫീസ് അത്. ആ ഹായ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? I would like to purchase some stamp for my collection. You can choose from the window. Please write down the code for us. Okay. Yeah, because every product have the code there and the price. നമ്മൾ ഇതിൻ്റെ കോഡ് നമ്പറും നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ഇതിൽ എഴുതി കൊടുത്താൽ ഓരോ അവിടെ നിന്ന് എടുത്തു തരും. ഇത് ഡിസ്പ്ലേ പീസുകളാണ്. അല്ല, ഒറിജിനൽ സ്റ്റാമ്പ് തന്നെയാണ് അല്ലേ. 2501 BL. 2501 BL. എക്സ്ക്യൂസ് മീ, ഡു യു ഹാവ് മോർ? ഇവിടെ അല്ലാതെ ഇനി ഈ ഭാഗത്തും കുറേ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ രണ്ടാമത്തെ ഷീറ്റ് മേടിച്ച്. നമ്മുടെ ഇന്ത്യയിൽ സിസ്റ്റം ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പോയ കൺട്രീസിലൊന്നും സിസ്റ്റം ഇങ്ങനെയല്ല. അതേപോലെ ഡിസ്പ്ലേ വയ്ക്കുന്നത്, ഇത്ര അടിപൊളിയായി ഡിസ്പ്ലേ വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇന്ത്യയിൽ അവരിങ്ങനെ ഒരു ലൈബ്രറി, ഒരു വലിയ ബുക്ക് ഉണ്ടാവും, അതിങ്ങനെ നമ്മുടെ മുമ്പ് ഇങ്ങനെ കാണിച്ചു തരും. നമുക്ക് വേണ്ട സാധനം ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവരപ്പം തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കുക ചെയ്യുക. നമ്മളത് മൊത്തം നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ എഴുതിയെടുത്ത് ഏകദേശം ഒരു 10,000 ഇന്ത്യൻ രൂപയുടെ സാധനം ഞാൻ എഴുതിയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ടോട്ടൽ ഇൻവോയ്സ് 341.5 മക്കാവു ഡോളറാണ്. 341 × 5 ×
11. അപ്പോൾ ഏകദേശം 3756 രൂപയുടെ, ഞാൻ പ്രതീക്ഷിച്ച അത്രയില്ല, അത്ര രൂപയുടെ സ്റ്റാമ്പ് നമ്മളിന്ന് വാങ്ങിയത്. ഇതാ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. സന്തോഷമായി പോലെ കളക്ഷനിലേക്ക് ഒരു രാജ്യം കൂടെ ആയി. ബാസിത്ത് ഏതോ സ്ഥലം പോയി കണ്ടിട്ട് ഞങ്ങോട്ട് പോയിട്ട് പർച്ചേസിന് പോകാം. ഇവിടെ പേ ഫോൺ ഇപ്പോഴും ഉണ്ട്. ഓ ഏ ഇതോടത്തൊരു സ്ട്രീറ്റ് മാർക്കറ്റാണ്. ഓ മക്കാവിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു മാർക്കറ്റ് കാണുന്നത്. വിത്ത് ആ സോയ് ഫുള്ള് ചൈനീസ് ആക്സെൻറ്റിൽ വായിക്കണം നമ്മൾ. ഇവിടെ അല്ലേ മാറിയോ? ഗല്ലി. ഓ ഏ മൊത്തം ചൈനീസ് ഡ്രസ്സ്. എന്തൊക്കെ വാങ്ങി വാസ്ത? യെസ്, എൻ്റെ പെണ്ണുങ്ങൾക്ക് വാങ്ങിയില്ലേ? അവളെ മറന്നായി. ആ ഇപ്പൊ കുടുംബ കലഹാവും. ഓ നല്ല രസമുള്ളൊരു സ്ട്രീറ്റ്, നൈസ് അല്ലേ? ഒരു ഫുഡിൻ്റെ കടയാണ്. എന്താ ഏതോ സ്കൂൾ വിട്ട് വരികയാണല്ലോ. ക്യൂ തെറ്റാതിരിക്കാൻ വേണ്ടി കയറൊക്കെ കെട്ടിയിട്ടാണ് വിട്ട്. കയറ് കെട്ടിയിട്ടല്ല, ആ കയറിലിങ്ങനെ പിടിച്ചാൽ കുട്ടികൾ പോകുന്നത്. കൊള്ളാം. ലോക്കൽ നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കാം, അല്ലെങ്കിൽ മേടിക്കാം. ഒരു സ്നൂപ്പി തീംഡ് സ്റ്റോറാണ്. ഓ ഇങ്ങനെയാണല്ലോ. ഏയ് താഴെ പോയത്. ഓ very cheesy. It tastes like egg and cheese and it's sweet. One of the best, yeah. ഇനി വേറൊരു ഷോപ്പ് കയറിയാണ്. എനിക്കൊരു കപ്പ്, ഒരു ടീ സെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഈ ടീ സെറ്റ് ഉണ്ടോ, ലുക്സ് വെരി ചൈനീസ്, നല്ല രസമുണ്ട് കാണാൻ. ഓ ഫുൾ സെറാമിക് ആണ് ഇതിൻ്റെ കപ്പ്, നല്ല രസമുണ്ട്. നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും വാങ്ങി വാസ്തേ, അതായത് ഒക്കെ തീർന്നു വന്ന സാധനങ്ങൾ നമ്മൾ ഇതുവരെ വാങ്ങിയത്, തീർന്നില്ല. ഇതും കൂടെ ഞാനൊന്ന് യെസ് ഓക്കെ വൺ ബോക്സ്. അപ്പോൾ ഞാൻ 3 സാധനങ്ങൾ വാങ്ങി. ഒരു ടീ സെറ്റ് മേടിച്ച്, പിന്നെ ഒരു ചൈനീസ് ലെറ്ററൊക്കെ ഉള്ളൊരു ടവലും, പിന്നെ അത് കാണാൻ രസമുള്ളൊരു ചൈനീസ് പ്ലേറ്റും മേടിച്ചിട്ടുണ്ട്. ബാസിത്തും ഇതേ സാധനങ്ങളും ഒരു എക്സ്ട്രാ ഒരു വീച്ചർ വാങ്ങി, ഒരു വലിയ പ്ലേറ്റും വാങ്ങി ബാസിത്ത്. ഈ 3 സാധനം കൂടി $220 എന്ന് പറയുമ്പോൾ ഏകദേശം 2400 സംതിങ്. മക്കാവിൽ ഏതായാലും പൊതുവെ ഒക്കെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇത് നമുക്ക് വലിയ പാകത്തിന് കിട്ടിയെന്നാണ് തോന്നുന്നല്ലേ വാസ്ത? അതെ. നമ്മൾ സ്റ്റാമ്പ് വാങ്ങിയ പോസ്റ്റ് ഓഫീസിലൊരു കപ്പിൻ്റെ സെറ്റ് കണ്ടിരുന്നു ഞാൻ, എന്തോ ഒരു കളക്ടേഴ്സ് എഡിഷനാണ്. അപ്പോൾ അത് എനിക്ക് ആദ്യം കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങാണ്ട് പോയതേന്. പിന്നെ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ഓരോ നല്ല വെൽ ഡീറ്റെയിൽഡ് സ്ഥാനങ്ങളുടെ റേറ്റ് കണ്ടപ്പോൾ ഇത് എനിക്ക് അത്ര എക്സ്പെൻസീവ് അല്ലാന്ന് തോന്നി. അങ്ങനെ ഞാനത് തിരിച്ച് വന്നിട്ട് വാങ്ങി. അത് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ സ്റ്റാമ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു എലീൻ്റെ എന്തോ ഒരു ഡിസൈനുള്ള ഒരു കൊത്തുപണികളൊക്കെ ഉള്ള ഒരു കപ്പാണ്. അപ്പോൾ ഒരു എലീൻ്റെ സ്റ്റാമ്പിൻ്റെ വാല്യൂ $4, $10, $14, $17 സ്റ്റാമ്പ്. കപ്പിൻ്റെ സെറ്റ്. ഇതിൻ്റെ മുകളിൽ അങ്ങനെ ചൈനീസ് എഴുത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ കുറച്ച് കൊത്തുപണികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ 2 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ വില $468. $468 എന്ന് പറയുമ്പോൾ 468 × 11 ഏകദേശം 5148. നിങ്ങൾക്ക് അങ്ങനെ ഇച്ചിരി അറിവാന്ന് തോന്നും, എനിക്കങ്ങനെ തോന്നി. പക്ഷേ നമ്മൾ ചൈനയിൽ എപ്പോഴും വരില്ലല്ലോ, പിന്നെ ഞാൻ
ആഗ്രഹം അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഷോക്കേസിൽ എന്നും ഉണ്ടാവില്ല, നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്നും ഓർക്കാനുള്ള ഒരു സാധനമായിരിക്കും. നമ്മൾ ലേറ്റ് നമ്മളെ ഫ്ലൈറ്റ് നമുക്ക് മിസ്സായി പോയി. ഇനിയും കറങ്ങി പർച്ചേസ് അടിച്ച് കളിച്ചാൽ 10, 2, 12 രൂപ. അപ്പോൾ വാസുത്തെ നമ്മളെ ചൈന യാത്രയ്ക്ക് വിരാമമാവുകയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ. വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ, ഈ ഒരു ചൈന യാത്രേനെ ഓർമ്മിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ചീത്തയൊക്കെയാണുള്ള കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തിന്നാനുള്ള ഒരു സാധനം വാങ്ങി അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറേ ചായപ്പൊടിയും പിന്നെ ചെറിയ കുറച്ച് സ്നാക്കും ബിസ്ക്കറ്റുകളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഹോട്ടലിലെത്തി നമ്മുടെ ബാഗൊക്കെ എടുത്ത് പോവല്ലോ. അവസ്ഥ എന്നാൽ ഓട്ടം കണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്നു. കമാൻഡോ എടുക്കാം വികലാങ്ക. യെസ്, മക്കാവിലെ ലാസ്റ്റ് രാത്രി, ലാസ്റ്റ് നൈറ്റ്. യെസ്, യെസ്, നമ്മൾ എയർപോർട്ടിലേക്കുള്ള എലവേറ്ററിൽ അങ്ങോട്ട് കയറി. അപ്പം ചൈനയിൽ നിന്നുള്ള നമ്മുടെ ഈ ചൈന മിനി സീരീസ് അങ്ങോട്ട് അവസാനിക്കുകയാണ്. കഴിഞ്ഞു. ഇനി നമ്മൾ പോവുകയാണല്ലേ പാസ്ത ഇന്ത്യയിലേക്ക്. 2 കണക്ഷൻ ഉണ്ട് നമുക്ക്, ബാങ്കോക്കും പിന്നെ മലേഷ്യ. ഈ 2 സ്ഥലത്തും കണക്ഷൻ ഉണ്ട്. നാളെ രാത്രിയാവും വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഈ സീരീസിലെ 3 വീഡിയോസ് എല്ലാവരും എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആഷിഖ് അസീം സൈനിങ് ഔട്ട്.